0.286 പ്ലസ് 28.05 പ്ലസ് 48.52 ഇതെങ്ങനെ കൂട്ടും നോക്കുക. ഇവിടെ നമ്മൾ എണ്ണൽ സംഖ്യകൾ ഉണ്ടോ എന്ന് നോക്കണം. എണ്ണൽ സംഖ്യകൾ ഉൾപ്പെടുന്ന ദശാംശ സംഖ്യകൾ ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ട്, 2 എണ്ണം ഉണ്ട്. 28.05 ഉണ്ട്, 48.52 ഉണ്ട്. അപ്പോൾ കൂട്ടലിൻ്റെ സൗകര്യത്തിന് നമുക്ക് അത് ആദ്യം എഴുതാം. 28.05 പ്ലസ് 48.52 0.286. ഈ 0 എന്തുകൊണ്ട് ഇവിടെ എഴുതിയെന്ന് വെച്ചാൽ ദശാംശത്തിൻ്റെ ചിഹ്നങ്ങളൊക്കെ നേരെ ചോടെ വരണം, അതുകൊണ്ടാണ്. ആണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു 0 കൂടി ആഡ് ചെയ്യാം, അതിന് വാല്യൂ ഇല്ലല്ലോ. ഇനി ഇവിടെയും തന്നെ അതുപോലെ 286 ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ നേരെ ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0 ഒക്കെ ആഡ് ചെയ്യാം, എന്നാലേ നമുക്ക് കൂട്ടൽ സൗകര്യമാവും. ഇനി 0 0 6 6 5ഉം 2ഉം 7ഉം 8ഉം 15ന് 5 ബാലൻസ് 1 1ഉം 5ഉം 6ഉം 2ഉം 8 8ഉം 8ഉം 16ന് 6 ബാലൻസ് 1 1ഉം 2ഉം 3ഉം 4ഉം 7. ദശാംശം എവിടെ ഇടേണ്ടത്? ഇവിടെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് വന്നത്. വേറൊരെണ്ണം. ഇനി നമുക്കൊരു കുറയ്ക്കൽ നോക്കാം. കുറയ്ക്കൽ 4.065 മൈനസ് 0.57 എന്നുണ്ട് വിചാരിക്കുക. അപ്പോൾ എങ്ങനെ വരും? എഴുതാം. 4.065 മൈനസ് 0.57. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു 0 ആഡ് ചെയ്യാം, കുറയ്ക്കുക. 5ന്ന് 0 പോയാൽ 5, 6ന്ന് 7 പോവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുന്ന് കടെടുക്കണം. പക്ഷേ ഇവിടെ 0 ആണ്, അവിടെ ഇല്ല. അപ്പോൾ ഈ 4ന്ന് കടെടുക്കാം. ദശാംശത്തിന് ഇപ്പുറമല്ലേ എന്ന് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ 4ന്ന് കടെടുക്കാം. 4ന്ന് 1 ഇങ്ങോട്ട് എടുത്തു, 1 ഇങ്ങോട്ടെടുത്തു. അപ്പോൾ ഇത് എത്രയായി? 16 ആയി. 16ന്ന് 7 പോയാൽ എത്ര? 9. ഇനി ഇവിടെ 9 ഉണ്ട്, കാരണം ഇവിടെ 4ന്ന് 1 എടുത്തപ്പോൾ 10 ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഇങ്ങോട്ടും എടുത്തു. അപ്പോൾ ഇവിടെ 9 ഉണ്ട്. 9ന്ന് 5 പോയാൽ 4. ഇനി ഇവിടെ എത്രയേ ഉള്ളൂ? 3 ഉള്ളൂ. അപ്പോൾ 3 ദശാംശം ഇവിടെ ഇടുക. അപ്പോൾ 3.495 എന്ന് കിട്ടി.